ജ്യോതിഷ, ഹസ്തരേഖ, സംഖ്യാരഹസ്യങ്ങൾ, ആത്മീയമായ പരിഹാരങ്ങൾ, അങ്ങനെയുള്ള ഈ രഹസ്യങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആദ്യ കപ്പ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഒരു അത്ഭുത വരി ഉരുവിട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാൾ വലിയ സമ്പത്തും ഐശ്വര്യം, അത്ഭുതകരമായ സമ്പത്തും ശിവഭഗവാൻ നൽകും. ശിവൻ്റെ ഒരു രഹസ്യ വരിയാണ് ഇത്. കുളിക്കുന്നതിന് തൊട്ട് മുമ്പ്, നമ്മൾ ആദ്യ കപ്പ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഈ ഒരു രഹസ്യ വരി ഉരുവിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഏത് വരിയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇത് നിത്യേന നിങ്ങളിങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മളൊരു വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം, കുറച്ച് അത് നന്നായിരിക്കും. അപ്പം ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക, വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. ആഗ്രഹിക്കുന്ന എന്ത് ശിവഭഗവാൻ നടത്തി തരും. ഈ മന്ത്രം ലക്ഷങ്ങൾ കൊടുത്താലും ഈ ഒരു വരി നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ മുഴുവൻ കാണുന്നവരാരാണേലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അവരുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്. ഞാനങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള കാര്യമായിരിക്കുമെന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഭവമുള്ളവർ ചിന്തിക്കുക, അല്ലാത്തൊരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണം. കാരണം ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് നാഗരാജാവിന് നെയ്വിളക്ക് ഒരു 3 പ്രത്യേക ദിവസങ്ങളിൽ തെളിയിച്ചാൽ കടബാധ്യതകൾ മാറാനും സാമ്പത്തികം ഉണ്ടാകാനും നല്ലതാണ്. അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യം. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അങ്ങനെ കടങ്ങളൊക്കെ മാറി നല്ല നിലയിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായ ആളുകളുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും കുറച്ച് വ്യൂസ് ആളുകളാണ് കണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് എനിക്കൊരു ഇത് തോന്നി, ഈശ്വര ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും അറിയുന്നില്ല എന്നൊരു പോട്ടെ. അറിയുന്നവരറിഞ്ഞാൽ മതി, അല്ലാത്തവരെ അറിയണ്ട. എന്തായാലും ഇത് ശിവഭഗവാന്റെ ഇത് മുഴുവനും കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ വിശദമായിട്ട് പറയുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ഇന്ന് ചെയ്താൽ നാളെ ബലം കിട്ടുമെന്ന് ഒന്നും ഞാൻ പറയാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ആവർത്തിക്കുക, ആ വിശ്വാസത്തോടെ ചെയ്യുക, അതോടൊപ്പം പ്രയത്നിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആ രീതി ഫോളോ ചെയ്യുക. അപ്പം അത് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് വർക്ക് തീരാറില്ല. പിന്നെ പ്രാണായാമം, പിന്നെ ഞാൻ ശിവയോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ജ്യോതിഷമായിട്ട് മാത്രം ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ ആത്മീയമായിട്ടുള്ള മറ്റു ചില ഒരു അവധൂത തലത്തിലുള്ള ചില വിദ്യകൾ ചെയ്യുന്ന ആളാണ്. എന്നെ ആ രീതിയിലേ കാണാവൂ. എല്ലാവരും ജ്യോതിഷമായിട്ട് മാത്രം ഇരിക്കുന്ന ആ രീതി എന്നെ കാണരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേരിനോ പ്രശസ്തിക്കോ ഒന്നിൻ്റെ പുറകെ പോകാത്തതിൻ്റെ കാര്യം. ശിഷ്യന്മാരും വേണ്ട എനിക്ക്. കഴിഞ്ഞ ദിവസം എന്നെ ഇവിടെ കാണാൻ വന്ന ഒരു ആൾ പറഞ്ഞു, അവരെനിക്ക് എന്തിനോ പൈസ ഇട്ടായിരുന്നു, ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. പിന്നെ പല ആളുകൾ ഞാൻ ജസ്റ്റ് ചിലപ്പോൾ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും, അതിന് ചിലപ്പോൾ ദക്ഷിണ ഇടാറുണ്ട്. ഞാൻ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അവർ വന്ന ആ വ്യക്തി ഒരു അത്യാവശ്യ കാര്യത്തിന് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇദ്ദേഹം ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് തന്നു എന്ന് പറഞ്ഞു, ഭഗവാന്റെ മുന്നിൽ വെച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ എനിക്ക് അറിയിക്കാത്ത 1 രൂപയും ആരുടെയും വേണ്ട. കാരണം ഞാനൊരു ശിവയോഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ. എനിക്ക് ശിഷ്യന്മാർ എത്ര വേണേലും വരും, അതിനൊന്നും ഞാൻ പോകാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സത്യമുള്ളവർ പറയുന്നത് കേൾക്കുക, അത് ജീവിതത്തിൽ ഗുണം ചെയ്യും. അബദ്ധങ്ങളിലെയും മണ്ടത്തരങ്ങളിലെയും പുറകെ പോകുന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക. ഞാൻ വിശകലനം ചെയ്യുന്നതിന് മാത്രം ഒരു നിശ്ചിത ഫീസ് പറയും. അത് സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനിലയാണ്. അതിന് ഞാൻ എന്നെ എടുക്കുന്ന എഫോർട്ടിനും വളരെ തുച്ഛമായി ഇതേ പറയത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാൾക്കൊരു അത്യാവശ്യം ഒരു പരിഹാരം ചോദിച്ചു, ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. ചിലർ അങ്ങനെ ദക്ഷിണ ഇടും, ഞാൻ പറയിടണ്ട, ഇട്ടാൽ തിരിച്ചിട്ടു. അത് എൻ്റെ ഒരു നേരാണ്. ആ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക, അവർക്ക് ഗുണമുണ്ടാകും. അല്ലാത്തൊരു വഴിക്ക് പോട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ.
നമ്മൾ ആരും ഒന്നിനും നിർബന്ധിക്കാറില്ല. സത്യമുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്താൽ അവനവൻ്റെ ജീവിതം മാറും. എനിക്ക് വലിയൊരു ഇത് തോന്നി. കാരണം ആ നാഗരാജാവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ആരും കണ്ടിട്ടില്ല, എല്ലാവരും ഒന്നും എല്ലാം കാണുന്നതെന്നാണ് പറയുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അടുത്ത വീഡിയോയിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ധ്യാനത്തിലേക്ക് പോകും. എന്നും ഒന്നും വാട്സപ്പിൽ കടവെന്ന് പറഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഞാൻ ബാക്കി മറുപടി പറയുന്നത്. ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. അപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും വീഡിയോയിലേക്ക് വരികയാണ്, വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് തൊട്ട് മുമ്പ്, വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ്, ആദ്യ തൊട്ടി വെള്ളം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പേ കുളിമുറി നിന്നുകൊണ്ട് ഈ ഒരു മന്ത്രം ആദ്യം വാ കൊണ്ട് 3 തവണ ജപിക്കുക, പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കുക. വയ നമശി, ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എഴുതിയിടാം. ഈ നമശിവായ ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചിടുന്നതാണ്. വയ നമശി ഒരു അത്ഭുത മന്ത്രമാണ്. ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത, നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് ഭഗവാൻ നടത്തി തരുമെന്നുള്ളതാണ്. വിശ്വാസവും വേണം, പിന്നെ നമ്മൾ അതോടൊപ്പം പ്രയത്നിക്കുക കൂടെ വേണം കേട്ടോ. അതോടെ എപ്പോഴും ഓർത്തുകൊള്ളുക. അപ്പോൾ വയ നമശി ഇത് വാ കൊണ്ട് 3 തവണ ജപിക്കണം, പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കുക. ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിപ്പം ഒരു 90% ആളുകൾക്ക് സാമ്പത്തികമാണ്. അപ്പോൾ ആ സാമ്പത്തികം ഭഗവാനോട് പറഞ്ഞിട്ട് വേണം ഇത് ജപിക്കാൻ. അതാണ് അതിൻ്റെ രഹസ്യം. എന്നിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് ഉള്ള ആദ്യ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അതിനു മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക, നിത്യേന ചെയ്യുക. ഈ വയ നമശിക്ക് ഒരുപാട് അത്ഭുത ശക്തിയുണ്ട്. സാമ്പത്തികമാണ്. എന്നിട്ട് ഇത് ജപിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നും മനസ്സിൽ ചിന്തിക്കരുത്, പിന്നെ ഒന്നും ആവശ്യപ്പെടുകയും ചെയ്യരുത്. ജപിക്കുന്നതിന് മുമ്പാണ് ശിവഭഗവാനോട് സാമ്പത്തികം നൽകണേ ഭഗവാനെ എന്ന് പറയുക. അതിനുശേഷം അങ്ങനെ അത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വാ കൊണ്ട് 3 തവണ വയ നമശി വയ നമശി വയ നമശി, പിന്നെ മനസ്സിൽ 3 തവണ. അതെല്ലാം കണ്ണ് തുറന്നുകൊണ്ടാണ് ജപിക്കുന്നത്. വയ നമശി 3 തവണ ജപിക്കുക മനസ്സിൽ. എന്നിട്ട് ആദ്യ തൊട്ടി അല്ലെങ്കിൽ ആദ്യ കപ്പിൽ വെള്ളമെടുത്ത് കുളി തുടങ്ങുക. നിത്യേന രാവിലെ ചെയ്യുക. ഇനിയും വൈകിട്ട് കുളിക്കുന്നവർക്കും വൈകിട്ടും ചെയ്യുക. രാവിലെ എന്തായാലും ചെയ്യുക. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ വയ നമശി എന്നുള്ള മന്ത്രത്തിന് എന്താഗ്രഹവും സാധിച്ചു തരാനുള്ള ശക്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ഋഷി ദേവത ഛന്ദസ്സ കീലകം ഒന്നും വേണ്ട. നിങ്ങൾ ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി. ഇത് നിത്യേന ചെയ്യുക. അതോടൊപ്പം തിങ്കളാഴ്ചകളും ശനിയാഴ്ചകളും വൈകുന്നപാട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്താൽ മതി. വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോയി 15-20 രൂപയുടെ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനോട് അത് നമശിവായ ജപിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സാമ്പത്തികം ആവശ്യപ്പെടുക. അതിനുശേഷം ഇത് നമ്മൾ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന്, ക്ഷേത്രത്തിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാനോട് ഒന്നുകൂടെ നിങ്ങൾ സാമ്പത്തികമാണെങ്കിൽ, എല്ലാവർക്കും സാമ്പത്തികമാണല്ലോ കൂടുതൽ പ്രശ്നം, സാമ്പത്തികം പ്രാർത്ഥിച്ചിട്ട് ഈ വയ നമശി 3 തവണ വാ കൊണ്ട് പറഞ്ഞിട്ട് 1 തവണ മനസ്സിൽ പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് തിങ്കൾ ശനി വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചെയ്യുക. പിന്നെ വയ നമശി എല്ലാ ദിവസവും കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യ കപ്പ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് വയ നമശി ജപിച്ചിട്ട് വെള്ളം ഒഴിക്കണം. വയ നമശി ജപിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ അത് ആദ്യമേ പറഞ്ഞു. അത് നിത്യേന ചെയ്തോളുക. ഭഗവാൻ ഏതാഗ്രഹവും. പിന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുമ്പം, വെറുതെ ഇരിക്കുമ്പം എന്ന് വെച്ചാൽ ഒരു ജോലിക്കടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വയ നമശീന്ന് മനസ്സിൽ ജപിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ജപിക്കാം. ഇത് അത്ഭുതകരമായി. ഇത് ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടണം, എന്നിട്ട് വേണം ജപിക്കാൻ. അപ്പം ഈ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സ് ജപിച്ചാൽ മതി. ഭഗവാനോട് സാമ്പത്തികം മനസ്സുകൊണ്ട് ആവശ്യപ്പെട്ടിട്ട് മനസ്സിൽ 1 തവണ ജപിക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്തായാലും രാവിലെ പറഞ്ഞത് അത് ഉറപ്പായിട്ടും ചെയ്യുക. പിന്നെ തിങ്കൾ ശനി ദിവസങ്ങളിൽ വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക. ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് സാഹചര്യമുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഈ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വൈകുന്നപാടാണ് ഞാനിപ്പം ചെയ്യാൻ പറഞ്ഞു.
ശനിയാഴ്ച വൈകുന്നപാടാ പറഞ്ഞ് ഒരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്. അപ്പം നമശിവായ ജപിച്ചാൽ വെക്കുന്നത് ഓമില്ലാതെ. പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വയനമശി ഞാൻ പറഞ്ഞ രീതി ജപിച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോഴേ ഈ ശിവന് തിങ്കളാഴ്ച വഴിപാടുകൾ ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ശനിയാഴ്ച വഴിപാടുകൾ ചെയ്താൽ ദുരിത ശമനം ഉണ്ടാകും. അത്ഭുതകരമായൊരു കാര്യമാണ്. അത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം ചില കാര്യങ്ങൾ ചില ദിവസങ്ങളിൽ ചെയ്താലാണ് ഫലം ഉണ്ടാകുന്നത്. മാത്രമല്ല ആ ചില ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളുണ്ട്. അതാണ് നെയ്വിളക്ക് പറഞ്ഞത്. അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്, എല്ലാ ദിവസവും ചെയ്യുമ്പോഴല്ല. അതുപോലെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ അതോടൊപ്പം പ്രയത്നിക്കുക കൂടെ ചെയ്യുക. അങ്ങനെയാണ് ഈ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ്, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും. ശിവഭഗവാൻ എന്തും സാധിച്ചു തരുന്ന അത്ഭുത വിദ്യയാണ്. ഇനിയും ഇതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം. നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഈ വയനമശി ഇതുപോലെ ജപിക്കുന്നതിന് മുമ്പ് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് ഭഗവാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വാഗൊണ്ട് 3 തവണ വയനമശി പറയുന്നു, മനസ്സിൽ 3 തവണ വയനമശി പറയുന്നു. പിന്നെ ആദ്യ കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നു. അപ്പോഴുള്ള ഒരു രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വയനമശി വാഗൊണ്ട് പറയുമ്പോഴും മനസ്സിൽ വയനമശി പറയുമ്പോഴും ഈ വയനമശി എന്നുള്ള മന്ത്രത്തിനൊരു ബോധമുണ്ട്. ആ ബോധം നമ്മുടെ ഉള്ളിൽ കാണും. ഒരു മന്ത്രശക്തിയുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ കാണും. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ജലാംശം നമ്മുടെ ശരീരത്തേക്ക് വരുമ്പോൾ അത് നമ്മളുടെ മനസ്സിനെ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരും. ആ ബോധം പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് കണക്റ്റ് ആകും. എന്ന് വെച്ചാൽ ഈ നിമിഷം ആ പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് ആ നിമിഷവുമായിട്ട് കണക്റ്റ് ആകും. ആ നിമിഷത്തിലേക്ക്, ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മനസ്സ് വരുമ്പോഴാണ് മൈൻഡ് ഫുൾനെസ് മനസ്സിന് വരുന്നത്. അപ്പോഴാണ് ഏതാണേലും നമ്മൾ ആ നിമിഷത്തിൽ നമ്മുടെ ബോധം വരുമ്പോഴാണ് ശരിക്കും പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകുന്നത്. നമ്മുടെ മനസ്സ് ഭാവി കാലത്തിലോ ഭൂതകാലത്തിലോ ആണെങ്കിൽ ഒരിക്കലും ആ പ്രപഞ്ചബോധമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആകത്തില്ല. മൈൻഡ് ഫുൾനെസ് എന്ന് പറയും. അല്ലെങ്കിൽ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ മൈൻഡ് വരുമ്പോഴാണ്, നമ്മുടെ ബോധം വരുമ്പോഴാണ് നമ്മൾ ആ പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലെ ആ ആഗ്രഹങ്ങൾ ഊർജ്ജമായിട്ട് ആ പ്രപഞ്ചബോധത്തിലേക്ക് ചെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു വരും. അതുകൊണ്ടാണ് ഇவ்விധം ജപിക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് അശ്വാരൂഢ മന്ത്രം ഇതുവരെ എൻ്റെ വീഡിയോയിൽ പറയാത്തതിൻ്റെ കാര്യം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് രാജഗോപാല മന്ത്രം ഞാൻ അങ്ങനെ പറയാറില്ല, അങ്ങനെ പറയാറേ ഇല്ല. എന്തുകൊണ്ടാണ്? അശ്വാരൂഢ മന്ത്രം അതിനൊക്കെ ചില നിഷ്ഠയും കാര്യങ്ങളുമുണ്ട്. രാജഗോപാല മന്ത്രത്തിന് ശുദ്ധി ആവശ്യമാണ്. മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ടേ അത് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ്. കാരണം സാധാരണക്കാർക്ക് ചിലപ്പോൾ പറ്റുന്ന വരത്തില്ല. അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോയിൽ ഒരു നാഗമന്ത്രം ഞാനെന്തോ പറയട്ടെ, അതിനൊക്കെ നിഷ്ഠാചര്യ വ്യവസ്ഥകളുണ്ട്. ഞാൻ ഏത് കാര്യത്തിലൂടെ നീതി പുലർത്തുന്ന ഒരാളാണ്. നമ്മൾ സാധാരണക്കാർ, അവർക്ക് ചിലപ്പം ചെയ്യാൻ പറ്റിയ നിഷ്ഠാചര്യ ഒന്നും പാലിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ നാഗരാജാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഫലമുണ്ടാകും. ഒരു മന്ത്രവും ജപിക്കണ്ട. അത് രാവിലെ മാത്രമേ വിളിക്കാവുള്ളൂ, വൈകുന്നേരം വിളിക്കരുത്, സൂര്യാസ്തമയം കഴിഞ്ഞാൽ വിളിക്കരുത്. ഇങ്ങനെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ ആ ശിവനെ ആ സത്യമായിട്ട് ധ്യാനിക്കുന്ന ആളാണ്. അല്ല ഇതെനിക്കിത് പറഞ്ഞു തരാമെന്ന് പറയാൻ കഴിഞ്ഞിട്ടല്ല. പിന്നെ ചിലർ എന്നോട് വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, ശിവേലി, വാട്സപ്പിലല്ല, ഒരാളിവിടെ വന്നപ്പം ചോദിച്ചതാണ്, ശിവേലി നടക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്താൽ ആരാണ്ട് പറഞ്ഞു ഭൂതഗണങ്ങൾ പിടികൂടുമെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വന്നപ്പം പറഞ്ഞു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ശിവേലിക്ക് ചുറ്റും നമുക്കും അതിലൂടെ നടക്കാമല്ലോ, പ്രദക്ഷിണം ചെയ്യാമല്ലോ. നിങ്ങളെന്തിനാ ഭൂതഗണങ്ങളെ ചിന്തിക്കുന്നത്? ശിവനെ ചിന്തിച്ചാൽ പോലെ. ഭൂതഗണങ്ങളുടെ പുറകെ പോകുന്നവർ പോട്ടെ, നിങ്ങൾ ശിവനെ ചിന്തിച്ച് പ്രദക്ഷിണം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഓരോരുത്തരും ഓരോ അബദ്ധങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ്. അത് ഒന്നും അറിവില്ലായ്മ, അതാണ് പ്രധാനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് ശിവേലിയുടെ കൂട്ടത്തിൽ ശിവക്ഷേത്രത്തിൽ നടക്കുന്നതാണ്, പ്രദക്ഷിണം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് വളരെ മനസ്സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ നിങ്ങൾക്കറിയാൻ വയ്യ അത് ശരിയാണ്. എന്തിനേ വല്ലവരും പറയുന്ന മണ്ടത്തരങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ചിലർ എന്നോട് വാട്സാപ്പിൽ ചോദിക്കാറുണ്ട്,
സാറേ, ശിവനെ വിളിച്ചാൽ ശിവൻ അങ്ങ് എടുക്കും എന്ന് ഇങ്ങനെ ഒക്കെ പറയാറുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളുടെ പുറകെ പോകരുത്. അതൊക്കെ അറിവില്ലായ്മയാണ്. അതൊക്കെ ശരിക്കും കർമ്മദോഷം വരുത്തി വെക്കും. ഭഗവാനെക്കുറിച്ച് വേണ്ടാതീനം പറഞ്ഞാൽ ജന്മങ്ങൾ അതിൻ്റെ കർമ്മദോഷം ഉണ്ടാകും. കാരണം ശിവനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ശിവനെന്ന് പറഞ്ഞാൽ എന്നാ ചുമ്മാ ഇരിക്കുന്ന ഒരാളാണ്. ശിവനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. നമശിവായ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതം തന്നെയാണ് ശിവൻ. അത് നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്, എൻ്റെ ഉള്ളിലും ഉണ്ട്, പ്രപഞ്ചത്തിൽ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലെല്ലാം പഞ്ചഭൂതങ്ങളാലാണ് ശരീരം നിർമ്മിതം. ശരീരത്തിന് വെളിയിലുള്ള പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളാണ്. ആ ഉള്ളിലിരിക്കുന്ന ഭഗവാന്, ആ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ഭഗവാനെ അറിയാതെ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞാൽ അതിന് കർമ്മദോഷങ്ങൾ വേറെ അനുഭവിക്കേണ്ടി വരും. അറിവില്ലായ്മയാണ് ഭഗവാനെ മാപ്പ് ചോദിക്കുക. നമ്മൾ ഈ അബദ്ധങ്ങളുടെ പുറകെ പോകരുത്. മാത്രമല്ല, ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അറിയാൻ വയ്യ ഒരു ഭക്തൻ്റെ മനസ്സിൽ എന്താണെന്ന്. അവന് ചിലപ്പോൾ സമ്പത്ത് വേണമെന്നായിരിക്കും. അതറിയാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ഭഗവാൻ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെ അങ്ങ് എടുക്കുക എന്നുള്ള മണ്ടത്തരമൊക്കെ പറഞ്ഞാൽ ചെന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് ചോദിക്കുക. ഭഗവാൻ എന്നാ കളിക്കാനിരിക്കുന്ന ആളാണ്? അത് ഭഗവാൻ ഒരാളുടെ മനസ്സറിയത്തില്ലേ? പിന്നെ അതിനെക്കാട്ടി ഏറ്റവും വലിയ രസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവനെ വിളിക്കുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഭഗവാനെ ആരെ വിളിച്ചാലും ഭഗവാനെ വിളിക്കണം. നമുക്ക് ഇതുപോലെ പലരും പലതും പറയാം. അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുക. പിന്നെ വേറെ ഏറ്റവും വലിയ രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മം. ഇപ്പം ഞാൻ ജനിച്ചു, എൻ്റെ കർമ്മം തീരുമ്പോഴേ ഞാൻ മരിക്കത്തുള്ളൂ. അതിനു മുമ്പ് ഒരു ഈശ്വരന് പോലും എൻ്റെ ജീവൻ എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ജനിച്ച എൻ്റെ കർമ്മത്തിൻ്റെ ഒരു സമയമുണ്ട്. അത് തീരുമ്പോഴേ എനിക്ക് പ്രപഞ്ചത്തിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ആ കർമ്മത്തെ കയറി ഒരു ഈശ്വരനും ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആ സത്യമുള്ളതുകൊണ്ടാണ് ഈശ്വരനെന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ കർമ്മനിയമം അറിയാൻ വയ്യാത്തവരാണ് ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഈ പ്രപഞ്ചത്തിലേക്ക് ജനിക്കുന്നതും മരിക്കുന്നതും കർമ്മം അനുസരിച്ചാണ്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശക്തിക്കും ആ ജീവനെ എടുക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആ കർമ്മനിയമത്തിനകത്ത് ആരും ഇടപെടാറില്ല. പറഞ്ഞ മനസ്സിലായോ? ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് മനുഷ്യൻ എന്തെല്ലാം അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ വവ്വാൽ വീട്ടിൽ കയറിയാൽ ദോഷമുണ്ടോ? ജനലും കഥകും തുറന്നിട്ടാൽ വവ്വാൽ കയറും. അത് ദോഷം കൊണ്ടല്ല, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്. ബാക്കി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിൽ ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേലാൽ എന്നോട് ഇതുപോലെ അബദ്ധങ്ങൾ ചോദിക്കരുത്. ഞാൻ ആ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും. കാരണം എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതൊന്നും കേൾക്കത്തില്ല. പൊട്ടത്തരങ്ങൾ പറയുന്നതിൻ്റെ പുറകെ പോകും. അങ്ങനെ പോയവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. സത്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ബുദ്ധി, നമ്മളൊരു 5ാം ക്ലാസ് വരെ പഠിച്ചാൽ പോലും നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുക. ഒരു വിവരമില്ലാത്തവർ വിളിച്ച് പറഞ്ഞാൽ അത് അവർ പറയട്ടെ. ഈ പ്രപഞ്ചം ഉണ്ടായപ്പം തൊട്ട് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. മണ്ടത്തരങ്ങൾ പറയുന്നവരുമുണ്ട്, നല്ലവർ പറയുന്നവരുണ്ട്. അത് ഏത് കാര്യത്തിലാണെങ്കിലും. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പണ്ട് ഒരിടത്ത് ലോൺ എടുക്കാൻ ചെന്നപ്പോഴത്തേനും ലോണല്ല, ഒരു ചിട്ടിയുടെ കാര്യം ചെന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു പിയൂണ് പുള്ളി എന്നോട് പറഞ്ഞു, കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ അവിടുത്തെ അകത്ത് കയറി അവിടുത്തെ ഓഫീസറോട് ചോദിച്ചപ്പോൾ ഇയാൾ പിയൂണ് പറഞ്ഞ മുഴുവൻ പൊട്ടത്തരം. അപ്പം ഞാനത് കേട്ടുകൊണ്ട് പോകുന്നില്ല. നമ്മുടെ മുന്നിൽ മണ്ടത്തരങ്ങൾ പറയുന്നവരും കാണും, ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും കാണും. നമ്മൾ മണ്ടത്തരം പറയുന്നവരെ ഒഴിവാക്കുക, ശരിയായിട്ട് കാര്യങ്ങൾ പറയുന്നവരെ അക്സെപ്റ്റ് ചെയ്യുക. അത് ആരാണേലും. ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അത് പല ആളുകളുമുണ്ട്, നന്മയുള്ള ആളുകൾ. പിന്നെ ഇതുപോലെ അബദ്ധങ്ങൾ, അത് ചെയ്താൽ ഇത് ചെയ്താൽ, ഇതൊക്കെ ചുമ്മാ അതുപോലെ ഭദ്രകാളി അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെക്കരുതെന്ന്. ഫോട്ടോ വീട്ടിൽ വെക്കാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഭദ്രകാളി അമ്മയെ ആര് വിളിക്കുന്നു അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിവിടും. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഭദ്രകാളിയെക്കുറിച്ച് അറിയാൻ വയ്യാൻ കിട്ടും. ഭദ്രകാളി അമ്മയുടെ വീട്ടിൽ ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നതാണ്. ഞാൻ പൊതുവായിട്ട് പറയുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. അതുപോലെ എന്തെല്ലാം സംശയങ്ങളാണെന്നറിയോ. അതും ഒരു യുക്തിയില്ലാത്ത കാര്യം. പിന്നെ സമയം ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ഞാനത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ട നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ. പിന്നെ നന്മയെ വിശ്വസിക്കുക. നന്മ എപ്പോഴും നല്ലത് മാത്രമേ വരത്തുള്ളൂ. പിന്നെ നമ്മളൊരു 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ വകതിരിവ് കാണിക്കുക. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, അത് ചിന്തിക്കുക. ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അഭിഷേകങ്ങൾ ചെയ്താൽ ചില മാറ്റങ്ങളുണ്ടാകും. അതായത് തിങ്കൾ ശനി ദിവസങ്ങളിൽ ശിവന് നെയ്യ് അഭിഷേകം ചെയ്യുകയോ നെയ്യ് സമർപ്പിക്കുകയോ ചെയ്താൽ സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കത് അനുഭവമാകും. എന്നിട്ട് പ്രയത്നിക്കുകയും കൂടെ വേണം, നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. തിങ്കൾ ശനി ദിവസങ്ങളിൽ നെയ്യഭിഷേകമോ അല്ലെങ്കിൽ നെയ്യോ സമർപ്പിച്ചാൽ മതി.
നെയ്യുടെ കുപ്പിയുടെ വാവട്ടം തുറന്ന് പൊട്ടിച്ച് വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നെയ്യ് കുപ്പിയായിട്ട് വെക്കരുത് കേട്ടോ. അതാണ് ഫലം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് വാവട്ടം പൊട്ടിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ, ഈ നെയ്യ് ഇപ്പം പാക്കറ്റ് നെയ്യ് ഒരു ചെറിയ കുപ്പിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ വാഭാഗം ചിലപ്പോൾ സീൽ ചെയ്തായിരുന്നു. അപ്പം നമ്മളത് പൊട്ടിക്കുമ്പം അതിൻ്റെ ഉള്ളിലെ ആ ഒരു രസം, ആ ഉള്ളിലെ ആ ഒരു ഇത് വെളിയിലോട്ട് വരും, ആ ഒരു വായുവിലൂടെ. അപ്പോൾ അത് അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു ഇതുണ്ടാകും. അത് കൂടുതൽ ഗുണം ആകും. പറയാൻ മനസ്സിലായി. ആ ദ്രവ്യം ആ അന്തരീക്ഷത്തിലേക്ക് അതിൻ്റെ ആ ഒരു വായു സമ്പർക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയും, സാമ്പ്രാണി ആണെങ്കിലും വാവട്ടം പൊട്ടിച്ച് വെക്കണം, നെയ്യാണെങ്കിലും നമ്മളതിൻ്റെ വാവട്ടം പൊട്ടിച്ചിട്ട് വെക്കുക. അത് പെട്ടെന്ന് ബലം ഉണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എന്നോട് പലരും പറയുന്ന ഒരു കാര്യമാണ്, അതായത് അമ്പലത്തിൽ പോയി ഇപ്പം തിരുമേനി മണി അടിച്ചിട്ടല്ലേ അമ്പലത്തിലേക്ക് കയറുന്നത്. ശരിക്കും എന്തിനാണ് മണി അടിക്കുന്നത്? ഭഗവാനെ ഉണർത്താൻ. ഭഗവാനെ എന്തിനാണ് ഉണർത്തുന്നത്? ഭഗവാനെ ആർക്കെങ്കിലും ഉണർത്താനോ ഉറക്കാനോ പറ്റുമോ? നിങ്ങളുടെ യുക്തിക്ക് ആലോചിച്ചു. അങ്ങനെ ആർക്കോ ഉണർത്താനോ ഉറക്കാനോ പറ്റാത്ത ശക്തി ആയതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പുറത്തെ വീട്ടിൽ ഒരു ചേട്ടനെ കാണുന്ന പോലെ എങ്ങനെ ഉണർത്താൻ പറ്റുന്ന ഭഗവാനെ? ഭഗവാൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഭഗവാന് ഊർജമാണ്, എനർജിയാണ്, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ നമ്മളൊരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. എങ്കിലും ആ വിഗ്രഹത്തിലുള്ളത് ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യത്തിന് ഉണർവും ഉറക്കമൊന്നുമില്ല. പിന്നെ എന്തിനാണ് മണിയടിക്കുന്നത്? ആ തിരുമേനിയുടെ ഉള്ളിലെ ആ ബോധത്തെ ഉണർത്താൻ വേണ്ടിയാണ്. ബോധം ആ പ്രസൻറ്റ് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു മണിയടി നാദം കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിയാണേലും അവനെ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഞെട്ടി ആ ഒരു സമയത്തിലേക്ക് വരും. അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചോ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ പോലും മണിനാദം കേട്ടുമ്പോൾ ഞെട്ടി ആ നിമിഷത്തിലേക്ക് വരും. ആ നിമിഷത്തിലേക്ക് പ്രസൻറ്റ് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയാണ് മണിയടിക്കുന്നതിൻ്റെ കാര്യം. ആര് വരാൻ? ഈ പൂജ ചെയ്യാൻ പോകുന്ന വ്യക്തി, തിരുമേനി വരാൻ വേണ്ടി. അങ്ങനെ മനസ്സിലാക്കി ഓരോ കാര്യം ചെയ്താലുണ്ടല്ലോ അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലുണ്ടാകും. നമുക്ക് പല കാര്യങ്ങളും അറിയാം, പക്ഷേ അത് ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ ആ ഋഷീശ്വരന്മാരുടെ അങ്ങനെയുള്ള രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവധൂത രീതിയിലുള്ള വിദ്യകൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്നെ ഒരു ജ്യോതിഷ അല്ലെങ്കിൽ ഹസ്തരേഖ തലത്തിൽ ചിന്തിക്കരുത്. ഞാൻ അതിനപ്പുറത്ത് ആ പ്രാണായാമം, അവധൂത, ആ ഒരു വേറെ ഒരു ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നത്. പറഞ്ഞ് മനസ്സിലാവുന്നത്. അറിയുന്നവന് ഗുണമുണ്ടാകും. അതാരാണല്ലോ ഞാനീ പറയുന്ന കാര്യങ്ങൾ. അവരുടെ ജീവിതം മാറും. കാരണം ഇതൊക്കെ അറിഞ്ഞാലേ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയാലൊന്നും ജീവിതം മാറത്തില്ല. അതുപോലെ മന്ത്രങ്ങൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഉള്ള മാറ്റം എന്താണ് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നത്? നമ്മുടെ വൈബ്രേഷൻ, ആ ഒരു ഊർജം മുകളിലേക്ക് ഉയരും. എനർജി മുകളിലേക്ക് ഉയരുമ്പോഴാണ് മുകളിലുള്ള ചക്രങ്ങളിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. അപ്പോഴാണ് ഈശ്വരീയമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്. താഴ്ന്ന ചക്രങ്ങളിൽ മൃഗീയമായ വാസനകളാണ്. ഇപ്പോൾ രാമ എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ്, ശരീരത്തിനുള്ളിൽ നിന്നൊരു എനർജി. അത് നമ്മൾ അറിയണമെന്നില്ല, പക്ഷെ അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് ആ ഒരു ശക്തി കിട്ടുന്നത്. ഏത് മന്ത്രം ആയിക്കോട്ടെ, ആ മന്ത്രങ്ങൾ ആവർത്തിക്കും. പിന്നെ ഈ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് ആ 2 അക്ഷരം അല്ലെങ്കിൽ എത്ര അക്ഷരം ആയിക്കോട്ടെ, അതിനുള്ളിൽ നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, ഒരു ബോധമുണ്ട്. ആ ബോധം കൂടുതൽ ഏകാഗ്രമാകും. മന്ത്രങ്ങളിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റും. മനസ്സിന് കൊടുക്കുന്ന ഒരു ജോലിയാണ് ശരിക്കും മന്ത്രങ്ങൾ. മനസ്സിലായോ? മനസ്സ് പല കാര്യങ്ങളുടെ പുറകെ എപ്പോഴും പൊക്കോണ്ടിരിക്കും. കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പോകാതെ നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ ബോധത്തെ നിലനിർത്താൻ മനസ്സിന് കൊടുക്കുന്ന ഒരു ജോലി തന്നെയാണ് മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾ നിരന്തരം ജപിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനസ്സ് ഏകാഗ്രമാകും. ഏകാഗ്രമാകുന്ന മനസ്സിൻ്റെ ശക്തി അനന്തമാണ്. അതൊക്കെയാണ് ഭാരതീയ ആചാര്യന്മാർ നമ്മളുടെ സനാതന ധർമ്മത്തിൽ പഠിപ്പിക്കുന്നത്. അതങ്ങനെ പഠിക്കണം. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടോണ്ടോ പറഞ്ഞോണ്ടോ ഒന്നും ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതം മാറണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാകും. ഒരു മന്ത്രം എങ്ങനെ അവനെ സ്വാധീനിക്കുന്നു, ഒരു വിശ്വാസം അവനെ എങ്ങനെ സ്വാധീനിക്കുന്നു. ഒരു വ്യക്തി രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ എന്ത് ചെയ്യണം, ഈശ്വരനാമം എങ്ങനെ വിളിക്കണം, ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ തൊഴണം, ക്ഷേത്രത്തിലെ ആ ശക്തിയുടെ പ്രാധാന്യം എന്താണ്, എന്തിനാണ് ക്ഷേത്രം, ഇതൊക്കെ അറിയുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്.
പരമമായ ശക്തി എവിടെയാണ് ഇരിക്കുന്നത്? നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നിൻ്റെ ഉള്ളിലെ ശക്തി അറിയാൻ നിനക്ക് പറ്റത്തില്ല, പതുക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ദ്വൈതത്തിൽ നിന്നാണ് അദ്വൈതത്തിലേക്ക് വരുന്നത്. എല്ലാം നമ്മുടെ മുന്നിലുള്ളത് ഒക്കെ നമ്മൾ കണ്ടും കേട്ടും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനമാണ് നിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അൾട്ടിമേറ്റായിട്ടുള്ള നോളജ് ഉണ്ടാകുന്നത്. പിന്നെ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. അപ്പം ശിവഭഗവാന് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്താൽ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. തിങ്കൾ ശനി ഏതെങ്കിലും ദിവസം ചെയ്യാം. മിക്കവാറും അഭിഷേകങ്ങളൊക്കെ രാവിലെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പം തലേദിവസം അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ആവശ്യമുള്ളവർ ചെയ്യുക, ആവശ്യം പോലെ ചെയ്യുക, നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും ഇടണ്ട, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന്. എനിക്കിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ആവർത്തിക്കുക. ഇതൊന്നും ആരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, എന്നോടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യമില്ല, എപ്പോഴും ഓർത്തുള്ളതാ. പിന്നെ കളഭം, അതായത് കളഭാഭിഷേകം ശിവന് നല്ലതാണ്. ഈ കളഭാഭിഷേകത്തിനൊക്കെ വലിയ പൈസയാകും. അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വലിയൊരു നിങ്ങളുടെ അതിൻ്റെ ആശുപത്രിയിൽ കിടക്കുന്നു, അപ്പോൾ അവർക്ക് ഒന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്നത് കുളിച്ചീറനോടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നേരുക. എന്നിട്ട് വേറെ തിങ്കളാഴ്ച പോയി ചെയ്യുക, നല്ലതാണ് കേട്ടോ. അതോടൊപ്പം ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കണം. നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇത് നല്ലതാണ്. പിന്നെ ചിലർക്ക് ഈ ഭയങ്കര മാനസികമായ ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ മാറാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഒന്നുകിൽ ശിവനല്ലേ അയ്യപ്പന് ഭസ്മാഭിഷേകം ചെയ്യുക. അത് ശനിയാഴ്ച ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് കണ്ടിരിക്കുന്നത്, അല്ലെ തിങ്കളാഴ്ച ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഭസ്മാഭിഷേകം ചെയ്യുന്നതല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ ചെയ്താൽ മതി. എല്ലാവരും എല്ലാം ചെയ്യാനൊന്നും അല്ല ഞാൻ പറയുന്നത്. അവനവന് ആവശ്യമുള്ളത് അവനവനെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ്, പലർക്കും പല കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല ഒരാൾ തന്നെ എല്ലാം ചെയ്യാനൊന്നും അല്ലേ പറയുന്നത്, പറഞ്ഞാൽ മനസ്സിലാകുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഈ സാമ്പത്തികം നമ്മളിൽ വരാൻ ചില കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്നുണ്ട്. ഒന്നെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകൾ തോറും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു വെളുപ്പിനെ പോവുക, 6:30-ക്കോ 7:30-ക്കോ ഇടയ്ക്ക് പോവുക. അമ്മയെ കണ്ടു തൊഴുത് അമ്മയ്ക്ക് ഒരു കടുംപായസം നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഈ കടുംപായസത്തിനകത്ത് ചില കാര്യങ്ങളുണ്ട്, സാമ്പത്തികം വരും. വിശ്വാസത്തോടെ ചെയ്യണം, പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പം കടുംപായസം അതിൻ്റെ കൂടെ ഒന്നുകിൽ ഒരു ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാൻ തിരുമേനി ഏർപ്പാട് ചെയ്യുക, അതുകൂടെ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് മതി. കടുംപായസത്തിൻ്റെ കൂടെ ഒന്നുകിൽ ചെമ്പരത്തിമാല അല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന. ചെമ്പരത്തിമാലയാണ് കൂടുതൽ നല്ലതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഇല്ല, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയാണെങ്കിലും ചെയ്യുക. എന്തായാലും കടുംപായസം വേണം അതിൻ്റെ കൂടെ. ഇത് വെള്ളിയാഴ്ച ചെയ്യുക. കുളമുള്ള ക്ഷേത്രമാണെങ്കിൽ അവിടെ മലരുകൊണ്ട് മെയിനോട്ട് നടത്തുക. ഇപ്പം ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് അനുഭവമാണ് കേട്ടോ, അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ദേവി നമുക്ക് പുതിയ പല കാര്യങ്ങളും സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി തരും. കാരണം ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് ഞാനീ പറഞ്ഞ കാര്യം ചെയ്തു പല പ്രസ്ഥാനങ്ങളും തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. എന്ന് കരുതി നിങ്ങൾ അങ്ങനെ തുടങ്ങണമെന്നോ തുടങ്ങരുതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പഠിച്ചിട്ട് അവനവൻ്റെ ആവശ്യം പോലെ അവനവനെ കൂടെ പറ്റുവാണോ ചെയ്യുക. പക്ഷെ പല ആളുകളും അവർക്ക് കഴിവുകൂടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവിക്ക് ഈ കാര്യങ്ങൾ വെള്ളിയാഴ്ച ചെയ്തവർ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടവരുണ്ട്. ഇനിയും ദേവിയെ അതുപോലെ വിശ്വസിക്കണം, അവിടെ ആ ഒരു വിശ്വാസം കൊടുക്കണം. അമ്മയെ വിശ്വസിക്കണം, അപ്പോഴാണ് മാറ്റം വരുന്നത്. അമ്മയുടെ സാമ്പത്തിക ആവശ്യപ്പെടണം, പിന്നെ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. ഇനിയും പണത്തെക്കുറിച്ച് ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം പണത്തെ നമ്മളെപ്പോഴും ഒരു എനർജിയായിട്ട് കാണുക. പണത്തെ നമ്മൾ എനർജിയായിട്ട്, അതൊരു എനർജിയായിട്ട് എപ്പോഴും പണത്തെ ചിന്തിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് കിട്ടുന്ന പ്രതിഫലം, അതൊരു നിങ്ങളുടെ വർക്കിന്, അപ്പോൾ നിങ്ങളതിനെ എനർജിയായിട്ട് കാണുക. പിന്നെ നമുക്കൊരു സാമ്പത്തികമായിട്ട് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ നമ്മൾക്കിപ്പം മാറ്റമില്ല, അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന തൊഴിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെ പുതിയ തൊഴിൽ മാറുക. ഈ രണ്ട് കാര്യങ്ങൾ വരാതെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ അതിന് പുതിയ ഏതെങ്കിലും വഴികൾ തെളിഞ്ഞു വരും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതിന് പര്യാപ്തമാകും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. അതൊക്കെയാണ് ഈശ്വരാധീനം കൊണ്ട് നമ്മുടെ ബുദ്ധി തെളിയും, പക്ഷേ നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. രണ്ട്, നമുക്ക് പണം ഉണ്ടാകുന്നതോടൊപ്പം അതിൻ്റെ ഒരംശം നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യാം, നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ. അപ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്. പണം ഈശ്വരീയമായ ഒരു അനുഭവം പണം ഉണ്ടാകുമ്പോൾ, പണത്തെ ഈശ്വരീയമായിട്ട് കാണുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
സ്വാർത്ഥതയോട് പണത്തെ കാണുമ്പോഴാണ് പലപ്പോഴും നമുക്കത് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ പലപ്പോഴും നഷ്ടപ്പെടും, പലപ്പോഴും നമുക്ക് തകർച്ചകളുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും കാണിക്കയിൽ അല്ലെ പണം സമർപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഈശ്വരീയമായിട്ട് കാണുന്നുണ്ടാകും. അതുപോലെ ഈ ആവശ്യമുള്ളവരെ അന്നദാനം ചെയ്യുക, അല്ലെങ്കിൽ സഹായിക്കുക. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരാൾക്ക് ആപ്പിൾ മേടിച്ചു കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കണം? ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, നമ്മൾ പണമാണ് കൊടുക്കേണ്ടത്. ഒരു കയറിത്താമസത്തിന് പോയി കഴിഞ്ഞാൽ വലിയ വള്ളത്തിൻ്റെ ഫോട്ടോയും കഥകളിയുടെ ഫോട്ടോയും ഒന്നും അല്ല കൊടുക്കേണ്ടത്. അവന് ചിലപ്പം അവന് ബുദ്ധിമുട്ടായിരിക്കും, പൈസയാണ് എല്ലാവർക്കും ആവശ്യം. അപ്പം നമ്മൾ പൈസ കൊടുക്കുക. അവൻ കഥകളിയുടെ പടം വേണേൽ അവൻ മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വള്ളത്തിൻ്റെ പടം വേണേൽ അവൻ മേടിച്ച് വെച്ചോളും, അല്ലെ കുറേ ഗ്ലാസ്സുകൾ കൊണ്ടു കൊടുക്കുക. അവൻ വേണേൽ കാശ് കൊടുത്താൽ മതി, അവന് വേണേൽ മേടിച്ചോളും. പക്ഷെ കാശിൻ്റെ ആവശ്യം അതാണ് പ്രധാനം. അതുപോലെ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ആപ്പിൾ, കുറച്ച് മുന്തിരി, കുറച്ച് ഓറഞ്ച്, ഇതൊന്നും അല്ല അവിടെ കൊടുക്കേണ്ടത്. അവർക്ക് പണത്തിനായിരിക്കും അവർക്ക് ആവശ്യം. അങ്ങനെയൊക്കെ പണം കൊടുക്കുമ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്. അല്ലെങ്കിൽ ഒരു പഠിക്കാൻ ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ അവർക്ക് പണം കൊടുത്ത് സഹായിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു ആഹാരം മേടിച്ചു കൊടുക്കുക. അപ്പോഴാണ് പണം ഈശ്വരീയമാകുന്നത്. നമ്മൾക്ക് ഉണ്ടാകുന്ന പണത്തിൻ്റെ ഒരു അംശം അങ്ങനെ ചിലവാക്കണം. അപ്പോഴേ പണം വർദ്ധിച്ചു വരത്തുള്ളൂ, അപ്പോഴേ പണം ഈശ്വരീയമാകത്തുള്ളൂ. പിന്നെ കടബാധ്യതകളൊക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. എത്രയോ ദിവസങ്ങളിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് കടം ഉണ്ടാകുന്നത്. പലരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ, സാറേ എനിക്ക് ഒറ്റ ദിവസം രാവിലെ കടം ഉണ്ടായ പോലെ എൻ്റെ സാറേ കടമായിപ്പോയി. ആരുടെ കുഴപ്പമാണ്? എത്രയോ ദിവസങ്ങളിലെ തെറ്റായ തീരുമാനങ്ങളെടുത്ത് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്ത് അപ്പോഴും പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും, താനീ മണ്ടത്തരം ചെയ്യരുത്, പണം പോകും. ഒന്നും കേൾക്കാതെ ചെയ്തിട്ട് അവസാനം കടമായിട്ട് പെട്ടെന്നായിട്ട് സംഭവിച്ച പോലെ. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് കടം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കടം വീട്ടാനുള്ള കഴിവുമുണ്ട്. അത് പരിശ്രമിച്ചാൽ മതി. പിന്നെ നമുക്ക് ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങളൂടെ ചെയ്യുക, നമ്മുടെ ബുദ്ധി തെളിയാനും ഒക്കെ. അല്ലാതെ കുറേ കിടന്ന് പറയുന്നതിലല്ല കാര്യം. പറയാൻ മനസ്സിലായി? എന്താ കുറേ പറഞ്ഞു നടക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം കടം ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ജീവിതത്തിൽ അത് കാശ് കൊണ്ട് പലതും ചെയ്തുകൊണ്ടല്ലേ. അപ്പം നമ്മൾ തന്നെയാണ് ഉത്തരവാദി, അത് വീട്ടാനും നമ്മൾ തന്നെയാണ് ബാധ്യസ്ഥൻ. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. അപ്പോഴും പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന പോലെ അത്ഭുതങ്ങളൊന്നും അല്ല ജീവിതത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ നന്മയും നമ്മുടെ പ്രവർത്തിക്കാനുള്ള കഴിവും അധ്വാനിക്കാനുള്ള മനസ്സുമാണ് നമ്മളുടെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ. ആ അത്ഭുതങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത്. അതുപോലെ ഈശ്വരീയമായ നല്ല പ്രാർത്ഥനകളും വഴിപാടുകളും അതൊക്കെ നമ്മളിൽ നല്ലൊരു ശുദ്ധ ബോധം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മനസ്സിനൊരു ആത്മവിശ്വാസം കിട്ടും. ആ ഒരു ഈശ്വരീയമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതൊരു കാര്യവും ഈ അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ നമ്മുടെ ഉള്ളിലെ ബോധം ശുദ്ധമാകുമ്പോൾ ബുദ്ധി ശുദ്ധമാകും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ അറിവും കാഴ്ചപ്പാടും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക, നിങ്ങളുടെ ഭാഗം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിലേക്ക് പറഞ്ഞതാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.